ഹായ് ഫ്രണ്ട്സ്, മല്ലുപ്രോ എന്ന നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ. ഈ കായും പൂവൊക്കെ ഇങ്ങനെ കൊലപ്പടി ഉണ്ടായി കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏത് ചെടിയാണെന്ന് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാക്കണം. ഇപ്പോൾ ട്രെൻഡിങ്ങായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ ചെടി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് ന്യൂസുകളിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ പല വീഡിയോകളും ഇതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ യഥാർത്ഥ നെയിം ഇത് തന്നെയാണെന്ന് നമുക്കറിഞ്ഞൂടാ. ഇതിന് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ചെടി നട്ട് കഴിഞ്ഞാൽ അത് പൂത്ത് കഴിയുമ്പോൾ നിറച്ച് ബട്ടർഫ്ലൈസ് അവിടെ വരാറുണ്ടെന്ന് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൻപുറത്ത് ഈ ചെടി കാട് പോലെ പിടിച്ചിരിക്കുന്ന ഒരു പ്രദേശത്തെത്തിയപ്പോൾ അത് സത്യമാണെന്ന് നമുക്ക് മനസ്സിലായി കേട്ടോ. ആ ചെടിക്ക് ചുറ്റിനും നിറച്ച് ബട്ടർഫ്ലൈസ് വന്നിങ്ങനെ കൂടി നിൽക്കുന്നത് നമുക്ക് കാണാം. അതും പലതരം ഡിസൈനും ഇതൊക്കെയുള്ള, അതൊക്കെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളിത് ഓൺലൈനായിട്ട് മേടിച്ചിട്ടുണ്ടോ? ഇത് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ നേഴ്സറി വഴിയൊക്കെ നല്ല സെയിലുള്ളൊരു പ്ലാന്റാണ് കേട്ടോ ഈ ബട്ടർഫ്ലൈ പ്ലാന്റ്. അപ്പോൾ ഇത് നിങ്ങളുടെ വീട്ടിൽ മേടിച്ച് നട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് അവിടെ നിങ്ങൾ നട്ടിട്ട് പൂത്തിട്ട് അവിടെ ചിത്രശലഭങ്ങളൊക്കെ വന്നുണ്ടോ ഇല്ലയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഈ ചെടിയെക്കുറിച്ച് പറയാനാണെങ്കിൽ കാണാൻ ഇപ്പോൾ അതിൻ്റെ പൂവൊക്കെ നല്ല മഞ്ഞ നിറത്തിൽ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ കാ കാണാൻ വേണ്ടി നമ്മുടെ എള്ളിൻ്റെയൊക്കെ ഒരു ഇതുപോലെ തന്നെയുള്ള ഒരു കായാണ് കേട്ടോ. അപ്പോൾ ഇത് കൊലപ്പടി ഉണ്ടാകും അതിൻ്റെ. അതുപോലെ തന്നെ ഇത് നിറച്ച് വരുന്നു. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ തേനിൻ്റെ രുചി കൊണ്ടാണോ അത് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യേക സ്മെല്ല് കാരണമാണോ എന്താണെന്ന് അറിഞ്ഞത്, നിറച്ച് ബട്ടർഫ്ലൈസൊക്കെ ഇതിൻ്റെ ചുറ്റിനും നമുക്ക് കാണാൻ പറ്റും. അത് ഇപ്പോൾ ഫുൾ ടൈം ആ ഏരിയയിൽ മൊത്തം ഇങ്ങനെ പറന്ന് കിടക്കണ കാണാം. ഒരു ചെടി നമ്മൾ നട്ടിട്ടുണ്ട്, അത് കാട് പോലെ ചുറ്റിനും പിടിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെയൊക്കെ ഈ ചെടികളുണ്ടെങ്കിലും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാവുന്നതാണെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മാക്സിമം ഈ വീഡിയോ കൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ വേണം കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ കാണുന്നതിൽ ഭൂരിഭാഗം പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാവോ. കുറഞ്ഞതൊരു 500-1000 ലൈക്കെങ്കിലും ഈ വീഡിയോക്ക് തരണമെന്ന് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ. അപ്പോൾ നിങ്ങൾ വീഡിയോ മൊത്തം കണ്ടിട്ടേ പോകാവുള്ളൂ.